ഡോക്ടർ പ്ലീസ് കം. താങ്ക് യു. ഹായ്. ഹലോ. കുര്യ സാർ. മാർക്കിന് ഓക്കെ സാർ. Please come in, sir. പ്രിയ കം ഓൺ. ബിജു എന്തായി? പ്രിയ ഫ്ലാറ്റ് ലോക്ക്ഡ് ആണ്. ജയ്മോഹനെ പറ്റി അടുത്തുള്ള ഫ്ലാറ്റുകളിലെല്ലാം അന്വേഷിച്ചു. ആളെ കുറിച്ച് അവിടെ ആർക്കും ഒന്നും അറിയില്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സർപ്രൈസിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇന്ന് ജയ്മോഹന്റെ വിവാഹം അന്ന് തൊട്ടടുത്ത ഫ്ലാറ്റുകാരെ പോലും അറിയിച്ചിട്ടില്ല. My God. സാർ, ബിജു, വാട്ട് ഹാപ്പൻഡ്? ഫ്ലാറ്റ് ലോക്ക്ഡ് ആണ്. അവിടെ അങ്ങ് ആരുമില്ല. സോണിയ 1 minute. ഓക്കെ. എന്തായി പ്രിയ? ആള് ഫ്ലാറ്റിലില്ല. ഞാൻ ബിജുവിനെ വിട്ട് അന്വേഷിപ്പിച്ചു. അടുത്ത ഫ്ലാറ്റിലെ സ്ത്രീയോട് ചോദിച്ചപ്പോ അവരിങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുകൂടിയില്ല. രാത്രി വൈകിയപ്പോഴും പുറത്തു പോകുന്നത് കണ്ടു അത്രേ വാച്ച്മാൻ. നീ വിളിച്ചു നോക്കിയിട്ട്? സ്വിച്ച്ഡ് ഓഫ് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ. എനിക്കറിയില്ല പ്രിയ. ഇനി വല്ല ആക്സിഡന്റോ മറ്റോ? അല്ല, അങ്ങനെയാണെങ്കിൽ അടുത്തുള്ളവരാരെങ്കിലും ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. നീ ഒന്നോടൊന്ന് വിളിച്ചു നോക്കി. The number you have called is switched off. Please try again later. ನೀವೀಗ ಕರೆ ಮಾಡಿರುವ ಸಂಖ್ಯೆ ಸದ್ಯಕ್ಕೆ ಸ್ವಿಚ್ಡ್ ಆಫ್ ಆಗಿದೆ. അല്ല മോളെ, ഇനി നിന്റെ ഈ ജയ്മോഹൻ ലാസ്റ്റ് മിനിറ്റിൽ മുങ്ങിയോ? നോ, എൻ്റെ ജയ് അങ്ങനെ ഒരാളല്ല. Then where the hell is he? Morning, sir. Morning. Your coffee? I didn't order anything. Room boy told me 2 to 5. Listen, I didn't order anything. Samjha? I'm sorry, sir. Good morning, sir. Your coffee? Sir, we got him.
കഷ്ടം. ഇപ്പോഴവൻ വരുന്നൊരു വിചാരത്തിലാണ് നീ അല്ലേ? എന്റെ മുഖം വല്ലതും പോറിയിരുന്നെങ്കിൽ നിന്റെ മോന്ത പിച്ചി കയറി ഈ പോട്ടയിലിട്ട് ഞാൻ ഫ്ലഷ് ചെയ്താണ് കേട്ടടാ. Well done, Jay. Good job at such short notice. Thank you, sir. Where is he? നീരാട്ട് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. Victor Rana. Welcome back to India. ക്രിസ്റ്റി, Sir. ഈ റൂമിലെ റാനയുടെ ബിലോങ്ങിങ്സ് എല്ലാം സീസ് ചെയ്യണം. Yes, sir. ഓക്കെ. സർ യുവർ വെഡിങ് ഡ്രസ്. സർ, മേ ഐ? டேய் சீக்கிரம் போய் ரெடி ஆகடா, மேரேஜுக்கு டைம் ஆச்சு. ഒറ്റമകളെ ലാളിച്ചു വഷളാക്കി ഡോക്ടർ മേനോൻ. ചോദിച്ചെല്ലാം സമ്മതിച്ചു കൊടുത്തു. ഈ കല്യാണമടക്കം. അങ്ങനെയപ്പോൾ എല്ലാവരും ഡാഡിയെ പരിഹസിക്കുന്നത്. ഡാഡി, നീ സ്വയം കണ്ടുപിടിച്ച ആളെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ മോളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. സി, എനിക്കും ഉണ്ടായിരുന്നു ചോയ്സസ്. എൻ്റെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാൻ കേപ്പബിളായ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ്മാൻ. ബട്ട് എൻ്റെ മോളുടെ ചോയ്സ് ജയ്മോഹൻ, ഒരു രണ്ടാം കെട്ടുകാരൻ, എ ഡിവോഴ്സി. കുടുംബമില്ല, കൂട്ടുകാരില്ല. പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഏതോ ഉണക്ക എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ്. I always felt you are making a mistake. A big mistake. ஆமாடா, a very big mistake. மறுபடியும் அதே தப்பு இப்போ ரிப்பீட் பண்ணியிருக்கேன். யுவர் ஃபர்ஸ்ட் ஒய்ஃப் 6 மாசத்தில் டிவோர்ஸ் வாங்கி உன்னை விட்டு போனப்போ ஐ வாஸ் த ஹாப்பியஸ்ட் மேன். அவ்வளோ சந்தோஷப்பட்டா. டே ஜெய், உனக்கெல்லாம் கல்யாணம் சரிப்பட்டு வராதுடா. சார் என்ன இது? நீ மேரேஜ் மெட்டீரியல் கிடையாதுடா தம்பி. டே ஜெய், நீ என்னோட பெஸ்ட் ஏஜென்ட். அதான், அது மட்டும்தான். ஹஸ்பண்ட் என்ன வேலை பார்க்குறாருன்னு பொண்டாட்டி கேட்டா போய் தான் சொல்லணும். കള്ളം പറയണം എപ്പോഴുമേ. അതുതാ നീ വാങ്ങ പോற തലവിധി. യെസ് ഡാഡ്, ശരിക്കും ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ജോലി, ഒരുപാട് ആംബിഷൻസ്, അങ്ങനെയുള്ള ഒരാളെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോ എവിടെ? ഡാഡ്, ജയ് വരും, എനിക്ക് ഉറപ്പുണ്ട്. யோ கார்கி, சீக்கிரமா போனா உன்னோட கல்யாணத்துக்கு கரெக்ட் டைம்ல ரீச் பண்ணலாம். ഓക്കെ സാർ. See you guys. See you, sir. ഇനി നീ എത്ര തീർത്ത് പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവർ എന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നല്ലോ മോള്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെയ്ത് പറഞ്ഞേക്കാം, എൻ്റെ മോള് കണ്ടുപിടിച്ച് ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽ. ഡാഡ്, സോറി ഡാഡ്. ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിന് ഞാൻ തന്നെ എല്ലാവരോടും മാപ്പി വെച്ചേക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. Sir, he's coming. என்ன ராணா பிடிச்ச வீரபாண்டி கட்டபொம்மனுக்கா எல்லாரும் கிளாப் பண்றாங்களேன்னு பார்த்தியா? அது இல்லம்மா ஜெய், ஒரு வாட்டி பண்ண தப்ப மறுபடியும் ரிப்பீட் பண்ணிருக்கீல்ல, அதுக்காக இந்த பழைய பேஷ். തപ്പാ? വാട്ട് മിസ്റ്റേക്ക് സാർ? கல்யாணம் பண்ணியாச்சுல்ல மறுபடியும். கம் 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 கம், நீ திருந்த மாட்டடா. சார் சும்மா பயங்கர போர் ஆகி போய் சார். நீங்கள் இப்போ பண்ணுறது தான் பெரிய தப்பு. ஆமாடா, பெரிய தப்பு. உன்னோட சரியான வேலை என்ன? டெரரிஸ்ட்டை தேடுறது,
அவங்க பின்னாடி ஓடுறது, அவங்கள துரத்தி பிடிக்கிறது, அவங்கள துப்பாக்கியால ஷூட் பண்றது, அப்புறம் சுடுகாட்டில் அட்மிட் பண்றது, அதானே? ஆனா நீ பப்ளிக்ல என்ன ஆக்ட் பண்ணிட்டு இருக்க? இந்த டெக்கன் எக்ஸ்போர்ட்ஸ்ல ஒரு சரியான போரிங் டே ஜாப். ஜெய், மேரேஜ் ஒரு பேக்கேஜ்டா, அது உனக்கு ஒரு பெரிய பாரம். சரி அப்ப சார், நான் ஒன்று கேட்கட்டுமா? ஆனா ஹனிமூனுக்கு லீவ் மட்டும் கேட்காத. இல்லை, உங்கள் கல்யாணம் முடிஞ்சு இப்போ ஹவு மெனி இயர்ஸ் ஆயிருக்கும்? 31 வருஷம் ஆச்சு. ஆமா, இப்போ இருக்கு திடீர்னு இந்த கேள்வி? അല്ല, ഇങ്ങനെ എപ്പോഴും അത് പൊണ്ടാടിയോട് നല്ല ഇതൊക്കെ ഉണ്ടോ? ഇല്ല സാർ, ഇപ്പോഴും ഇഷ്ടമുണ്ടോന്ന് നഫീസ താത്തയായിട്ട്. ஆமாடா, 31 வருஷம் ஆகியும் இன்னும் என் ஒய்ஃப் மேல எனக்கு ரொம்ப இஷ்டம். ஸ்டில் ஐ லவ் மை ஒய்ஃப். ഓട്ട്കാജേ? താങ്ക്സ്. നോ സാർ. എന്നിട്ട് ഈ 31 വർഷത്തിനിടയിൽ ഈ നിജമാ ലവ് പண்ற പാർട്ടി സ്വന്തം ബീവിയോട് പറഞ്ഞിട്ടുണ്ടോ? വാട്ട്? ഈ ടെററിസ്റ്റ് പിന്നാലെ തേടരുത്, ഓടരുത്, സുട്ടുപോടരുത്, നിങ്ങളുടെ ഒറിജിനൽ ജോലി എന്താണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പുന്നാര നഫീസത്തോട്? எப்படி சொல்ல முடியும்? கல்யாணம் நடந்தப்போ நான் டெல்லியில் வேலையில் இருந்தேன், ரா ஸ்பெஷல் யூனிட்ல. அப்போ எப்படி என் வேலையை பற்றி சொல்ல முடியும்? சொல்லவும் கூடாது. ஜெய், என் ஃபேமிலியில் எல்லாரும் என்ன நினச்சிக்கிட்டு இருக்குன்னா, நான் இந்த எக்ஸ்போர்ட் கம்பெனியில் ஒரு சீனியர் மேனேஜர், ஒர்க்கஹாலிக் அப்படின்னு. எப்போ என் பொண்டாட்டி எல்லாருக்கிட்டையும் சொல்லும், என்டர் அப்பே வேலைன்னு சொன்னா இவ்வளோ ஒரு ஆள் மறிக்கும். അത്രയേ അറിയേണ്ട കൊയിലാണ്ടിക്കാരി ബീവിക്ക് 31 വർഷം ആയിട്ടു. അയ്യടാ, അപ്പൊ ബേഡിനോട് സത്യം പറയാത്തതിൻ്റെ ഒരു കുത്തിപ്പിടച്ചിലുണ്ട് ഖാദർ സാഹിബിന്റെ കൽബില് അല്ലേ? ஆமாஜே, லைஃப்பில் கடைசி வரைக்கும் யாருக்கிட்டையும் சொல்ல முடியாதுன்னு ஒரு சட்டம் இருந்தால் அதை அழிக்கவே முடியாது. ஆனால் உன் விஷயத்தில் அப்படி இல்லை. ஏன்னா உன்னோட ஃபர்ஸ்ட் ஒய்ஃப் டிவோர்ஸ் பண்ணிட்டு உன்னை விட்டு போயிட்டா. அவளுக்கு பணம், லைஃப் ஸ்டைல், கரியர், லுக்ஸ் இதெல்லாம் தானே முக்கியமாக இருந்துச்சு. ஆமாம் சார், பணம், കരിയർ, ലൈഫ് സ്റ്റൈൽ അത് മാത്രം അത്രേ വേണ്ടിയിരുന്നുള്ളൂ രമ്യയ്ക്ക്. രമ്യ പ്ലീസ് ജയ്മോ, എന്നെ തടയരുത് പ്ലീസ്. നമ്മുടെ ഈ ലൈഫിൽ നിന്ന് ജയ്മോ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അത് എന്ത് തന്നെയായാലും ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതല്ല. നമ്മുടെ കാര്യത്തിൽ യു ആർ സ്റ്റിൽ ദ സെയിം. ഒരു മാറ്റവും ഇല്ല. നിങ്ങളുടെ എക്സ്പോർട്ട് കമ്പനിയിലെ ജോലിയാണ് നിങ്ങളുടെ ഫസ്റ്റ് വൈഫ്. ഞാനായിരുന്നു ഫുൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ജയ്മോ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ ദിവസം ഇതായിരിക്കും എൻ്റെ ലൈഫിലെ മനോഹരമായ ദിവസം. ബൈ ആൻഡ് ടേക്ക് കെയർ. ഒരുമിച്ച് ജീവിച്ചത് 6 മാസം. അതിനിടയിൽ ഷീ ലെഫ്റ്റ് മീ ആൻഡ് മൈഗ്രേറ്റഡ് ടു കാനഡ. ஆனால் ரம்யா மாதிரி இல்லை அஞ்சலி. அஞ்சலி இஸ் அ ஸ்வீட் கேர்ள் அண்ட் ஷீ இஸ் மேட்லி இன் லவ் வித் யூ. ஆனால் உனக்கு ஒரே நேரத்தில் பாக்கியம், கெட்ட பாக்கியம் ரெண்டும் வரப்போகுது மிஸ்டர் ஜெயமோகன், உன்னோட செகண்ட் ஒய்ஃப்னால. சார் ப்ளீஸ் லெட் மீ கம் டு த மேட்டர். யூ மீன் ராணா? யா, கம். இந்தியாவில் நடந்த எத்தனையோ டெரர் அட்டாக்ஸில் பிரைம் சஸ்பெக்ட். அப்படிப்பட்ட ஒரு டெரரிஸ்ட் இப்போ இந்த பெங்களூர் சிட்டியில் வந்து மாட்டியிருக்குன்னா இட்ஸ் நாட் ஜஸ்ட் அ கோஇன்சிடென்ஸ். தட் டு இங்கே இம்பார்ட்டன்ட் ஈவெண்ட்ஸ் நடக்கும்போது பிரைம் மினிஸ்டர்ஸ் விசிட், இஸ்லாமிக் பீஸ் கான்ஃபரன்ஸ், இந்தியா இங்கிலாந்து கிரிக்கெட் மேட்ச், ராணா ஏதோ பிளான் பண்ணியிருக்கு. சார் ராணா ஏதாவது? நத்திங். இது வரைக்கும் ராணா எதுவுமே சொல்ல. Yes, sir. शादी मुबारक हो सर. नहीं. മലയാളത്തിൽ എങ്ങനെ പറയും? കല്യാണം ആശംസകൾ. റൈറ്റ്? എനിക്ക് 9 ലാംഗ്വേജ് അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മലയാളം? जब बार दो मलयाली मिलते हैं तो ये पता लगता है. तो कैसे मिलते हैं? हाँ,
മലയാളി ആണോ എന്ന് ചോദിച്ച് ഓടി വന്ന് ഹഗിയുമല്ലോ. All you Mallu people. വിക്ടർ റാണ ഡേഡി ബാഗർ. ഇനി നീ മലയാളത്തിലല്ല സംസ്കൃതത്തിൽ കിടന്ന് കീറി പൊളിച്ചാലും ഇവിടെ ഒരുത്തനും വരാൻ പോകുന്നില്ല കേട്ടോടാ. സോ നീ പഠിച്ച 9 ഭാഷ ഇവിടെ കോയി ഫായദ നഹി. ഒരുത്തനും അറിയില്ല നിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുകയാണെന്ന്. എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇവിടെ കിടന്ന് ചത്ത് പുഴുതു നിന്നാൽ പോലും ഒരുത്തനും അറിയില്ല. ഒരുത്തനും കഴിയില്ല നിന്നെ രക്ഷിക്കാൻ. അൺലെസ് എ മിറക്കിൾ സേവ്സ് യു. മിറക്കൽ. മിറക്കൽ. ഞാനും പുറത്ത് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കാതെ പോകണമെങ്കിൽ മിറക്കൽ ഹി ഹോനാ ചാഹിയേ. സമझा? ഹലോ. ഹായ് ജയ്. ബിസി ഡിന്നറിന് എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. വാട്ട്? അതേ, അമ്മയുടെ റെസിപ്പി ബുക്കേ ഞാനിങ്ങ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്ക്ക് എന്താ സ്പെഷ്യൽ ഡിഷ് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഓക്കെ. വാട്ടോ? ബ്രിഞ്ചാൾ ഇഷ്ടമാണോ ജയ്ക്ക്? ആ ബേങ്ങൻ ഭർത്ത. ഓക്കെ. ബേങ്ങൻ മസാല ആയാലോ? ഈ കത്രിക്കയിൽ നല്ല മസാലയൊക്കെ ഇട്ടിട്ട്. എനിത്തിങ് സ്വീറ്റി, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. ജയ് പ്ലീസ്. ഓക്കെ ലിസൺ, ഞാനിപ്പോൾ കുറച്ച് ജോലിയിലാണ്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. വൈഫ്, ഇവിടെ നിന്റെ തടവിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ, വിക്ടർ റാണെ. പക്ഷേ ടോർച്ചർ അനുഭവിക്കുന്നത് ഞാനല്ല, നീ. നീ എന്നെ തേടുക അതുക്കുള്ള? അറിയില്ല സർ. ചിലപ്പോൾ ഇതായത് ദിസ് മൈറ്റ് ഹെൽപ്പ്. ഇതൊരാളല്ല, 2 പേര് കോഫി കുടിച്ച ബില്ലാണ്. റാണ മെറ്റ് സംബഡി ഇൻ ദിസ് കോഫി ഷോപ്പ്. नहीं देखा क्या? I was saying no. ഈ പഹീൻ ഓനെ കണ്ടാൽ അങ്ങനെ ഓർമ്മയിലിക്കാനുള്ള ഗ്ലാമർ ഒന്നും പറയാൻ കഴിയില്ല മാഷെ. പക്ഷേ ഓൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ഓള് ഫ്രണ്ടിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്ക് ഓളുടെ അല്ല എവിടെ നോക്കണ്ടേ പറയാൻ കഴിയൂലല്ലേ സുൽഫിക്കറെ. സർ, I think he knows something. എന്നാലോ ഓള് നമ്മുടെ ഫ്രണ്ടിന്ന് പോവാൻ അങ്ങോട്ട് തിരിഞ്ഞാല് നമുക്ക് ഓളുടെ ബാക്കിൽ നിന്ന് കണ്ണ് പറിക്കാനും കഴിയൂല. आओ सबसे मिलो. इसके साथ तुमने भी देखा? हाँ साहब, मैंने भी देखा है. എന്നിട്ട് എനിക്ക് ഓളെ കാണുമ്പോ ഈ പഹയനോട് വല്ലാത്ത ജലസാണ് മാഷെ. അതുകൊണ്ടാ ഞാൻ ഓനിങ്ങനെ മറക്കാണ്ട് മനസ്സിലിങ്ങനെ വെച്ചേക്കണത്. പിന്നെ സുൽഫി, റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് കുളിച്ചാളി. ക്രിസ്റ്റി. Sir. There are 3 CCTV cameras here. Yes sir. Get the visuals and check it. Yes sir, done. ഇവിടുത്തെ കോഫിയേക്കാൾ ചൂടുള്ള റാണയുടെ ആ ഫ്രണ്ടിനെ നമുക്കൊന്ന് കാണണ്ടേ? Yes sir, sure. സർ, ഇത് ആയിഷാവാ? ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തേ? ബൈ സർ. ബൈ. ഹലോ. ആ ജയ്, സുക്കിനി വേണ്ട കേട്ടോ. മൂക്ക് സുക്കിനി വാങ്ങാൻ ഷോപ്പിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. വേണ്ടല്ലോ. ഇന്നിവിടെ കുക്കിംഗ് ക്യാൻസൽഡ്. കുക്കിംഗ് മാത്രമേ ഉള്ളോ അതോ? ഓ
ജെ ഓർമ്മയില്ലേ നമ്പ്യാർ അങ്കിളിനെ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്? ഓ ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ടാ? തീർച്ചയായിട്ടും നല്ല ബോറിനായിരിക്കും. ജെ കേൾക്ക്, ഇന്ന് ഈവനിങ് നമ്പ്യാർ അങ്കിളിന്റെ വക പാർട്ടി. നമ്മൾ പോയേ പറ്റൂ. അയ്യോ അയ്യോ, കഷ്ടമായി പോയി. ഈ നമ്പ്യാർ അങ്കിളിന് ഇത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഓ ജെ പ്ലീസ് ഡോണ്ട് സേ നോ. ഏ മീന, ഓ പട്ടേൽ കാ ബില്ലിംഗ്, വാട്ട്സ് എ ഡിലേ? ഹാവ് യു ഫിനിഷ്ഡ് ഇറ്റ്? ഈ ഓഫീസിൽ ഇനി ആരോട് പറയണം? അയ്യോ ഓ മോളു, സോറി. ഇപ്പൊ ഈ ഓഫീസിൽ ഒരുപാട് തിരക്കി നിൽക്കുമ്പോൾ ഞാനിപ്പോ പക്ഷെ ഞാൻ വന്നില്ലേലും നമ്പ്യാർ അങ്കിളിന്റെ പാർട്ടി ആവുമ്പോ മോള് തീർച്ചയായും. കം ഓൺ ജെ, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ പോലും പോവാതെ ജയ്ക്ക് എന്തത്ര ജോലി തിരക്കുന്നത്, അതും ആ ഉണക്ക് എക്സ്പോർട്ട് കമ്പനിയിൽ. ജെ പ്ലീസ് ഇന്നെങ്കിലും എന്നെ നാണം കെടുത്തരുത് മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ മോളൊരു കാര്യം ചെയ്യ്, മോള് നേരെ പാർട്ടിക്ക് പോയിക്കോളൂ. ഞാൻ മാക്സിമം വരാൻ നോക്കാം. ഇനി അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മോൾ ഇന്ന് ഡാഡിയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഡാഡിയോട് മോളെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്താ കുന്തം? ഹലോ, എന്തു പറ്റി സർ? കുന്തം. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. അയ്യോ Around മോളു, 750 police മോളു നീ പാർട്ടിക്ക് പോയില്ലേ? പോയെങ്കിൽ പിന്നെ കൊടിമരം പോലെ ഞാൻ അവിടെ നിൽക്കൂ. എന്താ പോവാഞ്ഞേ? നമ്പ്യാരെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മോളുവിന്റെ ഡാഡി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും മോളുവിനെ. ഓ അവരെ കുറിച്ചൊക്കെ എന്താ കൺസേൺ? നിന്റെ നമ്പ്യാരങ്കിളല്ലേ, നമ്മുടെ ഡാഡി അല്ലേ? സ്റ്റോപ്പ് യുവർ ഡ്രാമ ജെ. വേണമെന്ന് വെച്ചാൽ ജയ്ക്ക് നേരത്തെ വരായിരുന്നു. ആക്ച്വലി ഇന്ന് സംഭവിച്ചത് അതൊരു കഥയാണ്. നിർത്ത് ജയ് നുണക്കഥകള്. വെറുതെ അല്ല ഞാൻ പോകാതിരുന്നത്. എന്റെ ഭർത്താവിന്റെ തിരക്കുകളും അവിടെ ആർക്ക് മനസ്സിലാവാനാ? ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, ലോകം മുഴുവൻ തലയിൽ വെക്കാൻ. വെള്ളക്കൊടി കാണിച്ച പിന്നെ വെടിവെക്കാൻ പാടില്ല. പാകിസ്ഥാൻകാർ പോലും അങ്ങനെ ചെയ്യില്ല. ഓക്കെ ഓക്കെ, ഇനി നമ്പ്യാരങ്കിളിന്റെ പട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാലും നമ്മൾ പോകും. പോരെ? ശരി, എന്താ പരിപാടി? പരിപാടിയൊക്കെ പിന്നെ നമുക്ക് പുറത്തെന്തെങ്കിലും പോയി കഴിക്കാം. അയ്യടാ, അതൊരു അവതാരിയൊന്നുമല്ല. വേറെ നിവൃത്തിയില്ല. അതെന്താ? കാരണം ഞാൻ ഇവിടെ തിന്നാൻ ഒരു കുന്തവും പൊഴിഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരുന്നു. ഓക്കെ മതി, നിർത്ത്. ഒരു ആറ്റുമണൽ കേട്ട് കേട്ട് മടുത്തു മനുഷ്യൻ. നീ ഇതുവരെ വിട്ടിട്ടില്ലേ അത്? ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ, അറിയാതെ പറ്റിപ്പോയല്ലേ. ഇനി എന്ത് ചെയ്യണം? നിന്റെ കാല് പിടിക്കണം? അയ്യോ വേണ്ട, പക്ഷെ സോറി പറയുമ്പോ അതൊരു ഔദാര്യം പോലെ പറയരുത് പ്ലീസ്. ഇനി എന്താ വേണ്ടത് നിനക്ക്? പറ, ഞാൻ ചെയ്യാം. അയ്യോ ഒന്ന് വേഗം ഓടിക്കാം. I wanna eat. How many roads must a man walk down before you can call him a man? കഴിക്കാൻ എന്താ വേണ്ടേ? Anything. അങ്ങനെ ഒരു ഐറ്റം ഈ മെനുവിൽ കാണുന്നില്ലല്ലോ കുട്ടിയെ. എന്താ? ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം. ഞാൻ വരുമ്പോ ഫുഡ് ഇതാ ഇവിടെ ഉണ്ടാവണം, മനസ്സിലായോ? The answer, my friend, is blowing in the wind. ആ ചേച്ചി വന്നിരുന്ന ഉടനെ നീ ഫുഡ് സെർവ് ചെയ്യണം. Sorry? Okay. As soon as she arrives, swing into action. Sure, sir. Okay? Mountain exist before it is washed to the Sir, sea. as you ordered. Thank you. You're welcome, sir. And how many years must With these love, Jay. people exist before they're allowed to be free? Perfect. Hey, Jaymo. Hey, what a pleasant surprise. നീ എങ്ങനെ ഇവിടെ? ഞാൻ വിചാരിച്ചു നീ കാനഡയിലായിരുന്നു. മിനിഞ്ഞാന്ന് ബാംഗ്ലൂർ എത്തി. ഓക്കെ. വൗ, എന്താ ഇതൊക്കെ? കാൻഡിൽസ്, റോസസ്. എന്താണ് സംഭവം ജയ്മോ? ഡിന്നറിന് ആരാ കമ്പനി? Is the seat taken? Thank you. Ha, tell me. Oh, with love, Jay.
No. my dreams, I see you. How sweet. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ മറക്കാൻ പറ്റില്ലെന്ന്. രമ്യ, no, actually, ഓ ജയമോ, come on. not like that. I can't believe this. I'm so excited. Across the distance and spaces between. Enough. Thank you. Let's go. ഇത് രമ്യ. ഓ ഹായ്, ഹായ്. ഞാൻ ജയമോടെ ex-wife. അറിയാം. എന്നെ അങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തായിരുന്നു. അഞ്ജലി, എൻ്റെ വൈഫ്. ജയമോ, you got married again? അതെന്താ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ ജയ്ക്ക്? അങ്ങനെയല്ല ജയമോ, you അതിനുള്ള യോഗ്യതയില്ലേ? അങ്ങനെ ചോദിച്ചാ വെൽ യെസ്. Hey, രമ്യ, come on. What? എന്റെ മാത്രം തെറ്റാണോ? നീ കുറച്ചുകൂടെ സമയം തന്നിരുന്നെങ്കിൽ നമുക്കെല്ലാം നേരെയാക്കിയിട്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കാൻ No. പോയത്. രണ്ടുപേർക്കും പറഞ്ഞു തീർക്കാൻ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ബൈ രമ്യ. മോളു പ്ലീസ്. പഴയ പ്രശ്നമൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തീർത്തിട്ട് വന്നാൽ മതി. എനിക്കറിഞ്ഞൂടെ ഈ രമ്യ എവിടുന്ന് അബദ്ധത്തിൽ കയറി വന്നാൽ. എൻജോയ് യുവർ ഡിന്നർ. ഇനി ഒരിക്കലും ഇങ്ങനെ കയറി വല്ലേ. ഓക്കെ ബൈ. Weird.